അപ്പേ എന്തോ? ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു അപകടം നടന്നില്ലേ? ഉം. അപ്പൊ കുറെ യാത്ര പോയിട്ടുള്ളതല്ലേ? ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഒപ്പന അഭിപ്രായം എന്താ? 28 വർഷത്തോളമായി ഒരു സ്കൂളിലെ ടൂറിന്റെ ഭാഗമാകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. LKG മുതൽ +2 വരെയുള്ള കുട്ടികൾ, പിന്നെ സ്റ്റാഫ് ടൂർ, അതിന്റെ ഒക്കെ ഭാഗമാവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്യൂസ്മെന്റ് പാർക്കുകളിൽ പോകുന്ന സമയത്ത് പല റൈഡുകളും തുരുമ്പിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 10 കുട്ടികൾക്ക് ഒരു ടീച്ചറെ വീതം ഏൽപ്പിച്ചാൽ പോലും കുട്ടികൾ പല ഭാഗത്തേക്ക് പോകും. നമുക്കിവിടെ കൺട്രോളിങ് കിട്ടില്ല. അപ്പോൾ കുട്ടികൾ പോയിട്ട് വെള്ളത്തിലും പല റൈഡുകളിലൊക്കെ എൻജോയ് ചെയ്യും. ഈ വെയിറ്റ് കുറഞ്ഞ കുട്ടികളൊക്കെ ചില റൈഡുകളിൽ ഊർന്നു വരുമ്പോൾ അവിടെ നിന്ന് പോകും. തൊട്ട് പിന്നിൽ വരുന്നയാളതിനെ ഇടിച്ചു തെറിപ്പിച്ചാണ് പോകുന്നത്. അതുപോലെ വെള്ളത്തിലൂടെ വന്ന് ചാടുന്ന റൈഡുകളൊക്കെ ആണെങ്കിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും പലരും വെള്ളം കുടിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് വേവ് പൂളിലാണ്. പല നാടുകളിൽ നിന്ന് പല പ്രായത്തിലുള്ള പല ആരോഗ്യ രീതിയിലുള്ളവർ കിടന്നിട്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവിടെ ഈ വേവ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് വെള്ളം കുടിച്ചൊക്കെ പലപ്പോഴും അപകടപ്പെടാറുണ്ട്. എൻ്റെ സ്കൂളിൽ ഒത്തിരി മക്കളെ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ടൂറിൻ്റെ ഡ്യൂട്ടി കിട്ടുമ്പോൾ തന്നെ വളരെ ഭയമാണ് തോന്നുന്നത്. ഒത്തിരി പേര് സ്നേഹത്തോടെ വളർത്തുന്ന മക്കളെ നമ്മുടെ കയ്യിലിങ്ങനെ ഏൽപ്പിച്ച് തരുന്ന സമയത്ത് ജീവനോടെ തിരിച്ചെത്തിക്കണ്ടേ? അതൊരു വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. പാർക്കുകളെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ട് ശരിക്കും ചെക്ക് ചെയ്യണം. കാര്യം പല റൈഡുകൾ കണ്ടാലും പേടിയാണ് കയറാൻ. അതുപോലെ ബസ്സിൻ്റെ കാര്യം, 85 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ വിളിക്കുന്ന ഒരു ഭാരത് ബെൻസിൻ്റെ ബസ് 100 കിലോമീറ്റർ കഴിയുമ്പോൾ ഡ്രൈവർ മാറണമെന്ന നിബന്ധനയൊക്കെ നമ്മൾ വെക്കുമ്പോൾ അവരൊരു 100 രൂപ ചിലപ്പോൾ കൂടുതൽ വാങ്ങിയെന്നിരിക്കും. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യും? പഴയ ബസ് 10-14 വർഷമൊക്കെ പഴക്കമുള്ള പഴയ ബസ് അവർ വരും, 100 രൂപയുടെ കുറച്ച് ഞങ്ങൾ ട്രിപ്പ് എടുക്കാമെന്ന് പറയും. അപ്പോൾ ആ 100 രൂപ ലാഭം നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവൻ വെച്ചാൽ കളിക്കുന്നതിനും കൂടി ഓർക്കുക. യാത്ര പോകുമ്പോൾ നല്ല ബസ് വിളിക്കുക. ലോങ് യാത്രയാണെങ്കിൽ 100 കിലോമീറ്റർ കഴിയുമ്പോൾ ഡ്രൈവർ മാറുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ആ ഡ്രൈവറുടെ ലൈസൻസ്, കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുക. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ യാത്ര സുഖകരമായിരിക്കും. അതോടൊപ്പം തന്നെ റൈഡുകളിലെ, അമ്യൂസ്മെന്റ് പാർക്കുകളിലെ വലിയ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. ബി ഹാപ്പി.